ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ അമേരിക്കയുടെ ഇടപെടൽ എല്ലാവർക്കും വളരെ അപകടം പിടിച്ചതായിരിക്കുമെന്ന് മുന്നറിയിപ്പുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. ഇസ്രായേൽ-ഇറാൻ സംഘർഷത്തിൽ ആദ്യ ദിവസം മുതൽ അമേരിക്ക പങ്കാളിയായിരുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ആരോപിച്ചു. ആക്രമണം അവസാനിക്കുകയും ഇസ്രായേലിനെ അവ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിയാക്കുകയും ചെയ്താൽ ഇറാൻ നയതന്ത്രം പരിഗണിക്കാൻ തയ്യാറാണെന്നും അരാഗ്ചി വ്യക്തമാക്കുകയുണ്ടായി. അമേരിക്കയുടെ ഇടയ്ക്കിടെയുള്ള ചുവടുമാറ്റമാണ് ഇറാനെ ഭയപ്പെടുത്തുന്നത്. ഇസ്രായേലിനു വേണ്ടി അമേരിക്ക മുന്നിട്ടിറങ്ങിയാൽ മറ്റു രാജ്യങ്ങളുടെ പിന്തുണയും ഇസ്രായേലിന് ഉണ്ടാകും. അത് ഇറാന് താങ്ങാൻ പറ്റാത്തത്രയ്ക്കും ദോഷങ്ങൾ വരുത്തിവെക്കുമെന്നും അവർ വ്യക്തമാക്കുന്നു. മാത്രമല്ല, അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടാൽ അത് വളരെ വളരെ അപകടമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ വിദേശകാര്യമന്ത്രി തുർക്കി തലസ്ഥാനമായ ഇസ്താംബൂളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അമേരിക്കയുടെ ഇടപെടൽ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം യൂറോപ്യൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾക്ക് തൊട്ടു മുൻപ് ഇസ്രായേൽ ഇറാനുമേൽ നടത്തിയ ആക്രമണങ്ങൾ ചർച്ചകൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടതാണെന്ന് തുർക്കി പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യയെ പൂർണ്ണമായും സംഘർഷത്തിലേക്ക് തള്ളിവിടാനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നതെന്നും തുർക്കി പ്രസിഡന്റ് ആരോപിക്കുകയും ചെയ്തു. ഇതിനിടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ 430 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് രാജ്യത്തെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ 25 പേർ കൊല്ലപ്പെടുകയും 2517 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഇസ്രായേൽ പ്രതിരോധ സേന നൽകുന്ന കണക്കുകൾ. അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ തുടരുന്നതിനിടയിൽ ഇറാൻ തുടർച്ചയായി 2 ഭൂകമ്പങ്ങൾ ഉണ്ടായതിൽ ആശങ്ക ഉയരുകയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 9:19 ഇറാനിലെ സെംനാൻ പ്രവിശ്യയിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി. 10 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ഈ ഭൂകമ്പം. അതിനാൽ ടെഹ്റാൻ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും ഭൂകമ്പം അനുഭവപ്പെട്ടു. നേരത്തെ ജൂൺ 15 ഫോർഡോയ്ക്ക് സമീപം 2.5 തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂകമ്പവും രേഖപ്പെടുത്തിയിരുന്നു. ഇത് ഇസ്രായേലി വ്യോമാക്രമണത്തിന് ശേഷമാണെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. നദാൻസ്, ഇസ്ഫഹാൻ, ഫോർഡോ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേലി ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനു ശേഷവും ഉപഗ്രഹ ചിത്രങ്ങൾ നാശനഷ്ടങ്ങളെ ലക്ഷങ്ങൾ കാണിച്ചതിനു ശേഷവും ഈ 2 ഭൂകമ്പങ്ങളുടെയും സമയവും സ്ഥലവും ആണവ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇറാൻ ആൽപൈൻ ഹിമാലയൻ ഭൂകമ്പ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഓരോ വർഷവും ശരാശരി 2000-ലധികം ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെന്നും 15-16 ഭൂകമ്പങ്ങൾക്ക് 5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുണ്ടെന്നും വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട്. 2006-നും 2015-നും ഇടയിൽ ഇറാനിൽ 96,000-ലധികം ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.